മഹാഭാരതത്തിലെ സ്ത്രീ. ഇപ്പോൾ സത്യവതിയുമായിട്ട് ബന്ധപ്പെടണമെന്ന് പരാശര മുനിക്ക് ആഗ്രഹം തോന്നിയ സമയത്ത് സത്യവതിയുടെ അച്ഛനോടും അമ്മയോടൊന്നും പോയി ചോദിക്കുന്നില്ല. സത്യവതിയെ ബലാത്സംഗം ചെയ്യുന്നും ഇല്ല. ഞാൻ മുനിയൊക്കെയാണ്, എന്നാൽ പിന്നെ ഇവളോട് ഞാൻ കീഴ്പ്പെടുത്താൻ സത്യവതിയോട് വന്ന് ചോദിക്കുക ചെയ്യുന്നത്. എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഇണചേരാൻ താല്പര്യമുണ്ട്. സത്യവതി പറയുന്നത് എൻ്റെ കന്യാകത്വം നഷ്ടപ്പെടുന്നോ, എന്നെ ഇനി ആരും കല്യാണം കഴിക്കാൻ വരില്ല ഒന്നുമല്ല സത്യവതി പറയുന്നത്. സത്യവതി പറഞ്ഞാൽ അപ്പുറത്തെ കരയിൽ അത് ആൾക്കാർ നോക്കി നിൽക്കുന്നു. അപ്പോൾ മുനി എന്ത് പറഞ്ഞു, അത് ഞാൻ പരിഹരിക്കാം. ഒരു മഞ്ഞിൻ്റെ ഒരു മറ ഉണ്ടാക്കിയിട്ട് അത് പരിഹരിച്ചു. തോണിയിൽ വെച്ച് അവർ ബന്ധപ്പെടുന്നു. സത്യവതിക്ക് വേറൊരു നല്ല പ്രപ്പോസൽ വന്നു. ശന്തനു രാജാവ് കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച് വരികയാണ്. അപ്പോൾ നമ്മൾ സാധാരണ എനിക്കിങ്ങനെ ഒരു കുട്ടിയുണ്ട്, നേരത്തെ ഒരു ബന്ധം ഉണ്ടായിരുന്നു, അത് പറഞ്ഞില്ലെങ്കിൽ വലിയ അപരാധാവില്ലേ. സത്യവതി അത് പറയുന്നില്ല, സത്യവതിയുടെ അച്ഛനും പറയുന്നില്ല, അത് പറയേണ്ടതൊരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കുറേ കാലം കഴിഞ്ഞിട്ട് ഇവരുടെ മകൻ മരിച്ചു പോയപ്പം മകൻ്റെ ഭാര്യമാരിൽ സന്താനങ്ങളില്ല, രാജ്യത്തിന് അവകാശികളില്ലാതെയാവുന്നു. അപ്പോഴാണ് ഭീഷ്മരോട് പറയുന്നത്, എനിക്ക് പണ്ടത്തെ ഒരു ബന്ധത്തിൽ പരാശര മുന്നിൽ നിന്ന് എനിക്കൊരു മകനുണ്ടെന്നുള്ളത്. ഇവിടുത്തെ സദാചാരം നോക്കൂ, നിങ്ങൾ മൊറാലിറ്റി നോക്കൂ. ഒരു പ്രശ്നമില്ല, സ്ത്രീ തീരുമാനിക്കുന്നതാണ്, അവൾ സ്വതന്ത്രയാണ്, അവൾ തീരുമാനിക്കുന്നതാണ്. ഓരോ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം വരുന്ന മാറ്റം നോക്കൂ. കുന്തിയിലെത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? കുന്തിക്ക് ഒരു മകൻ ആദ്യമുണ്ട്, കർണൻ എന്ന് പറയുന്നത്. അത് സൂര്യൻ്റെ പുത്രനാണെന്നൊക്കെ പറയും. ഞാൻ മഹാഭാരതം നോക്കിയ സമയത്ത് ദുർവാസാവിൻ്റെ പുത്രനാണെന്ന് ഞാൻ പറയും. കാരണം സൂര്യനെ വർണ്ണിക്കുന്ന നിറം, സൗന്ദര്യം, തേനിൻ്റെ നിറം, കഴുത്ത്, എല്ലാ കാര്യങ്ങളും ദുർവാസാവിൻ്റെ ലക്ഷണങ്ങളാണ്. അതിൻ്റെ തർക്കത്തിലേ പോകണ്ട. എന്തോ ആവട്ടെ, വേറെ സൂര്യൻ എന്തായാലും സന്താനോൽപാദനം നടത്തില്ല നമുക്കറിയില്ല, എന്തായാലും ഒരു കുട്ടിയുണ്ട്. കുന്തി കല്യാണം കഴിക്കുമ്പോൾ കുന്തിക്ക് അത് മറച്ചു വെക്കേണ്ടി വരുന്നു, കുട്ടിയെ പുഴയിൽ ഒഴുക്കേണ്ടി വരുന്നു. എന്ന് വെച്ചാൽ സാമൂഹ്യ ജീവിതത്തിൻ്റെ മൊറാലിറ്റിയുടെ രീതി മാറി എന്നർത്ഥം. പുഴയിൽ ഒഴുക്കേണ്ടി വരുന്നു. അവിടെയും പാണ്ഡുവിന് കുട്ടികളുണ്ടാവില്ല എന്ന് തുടങ്ങിയ സമയത്ത് പാണ്ഡു കുന്തിയോട് പറയാണ്, നീ പിന്നെ ഏതെങ്കിലും തരത്തിൽ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ കുന്തി ആദ്യം സമ്മതിക്കുന്നില്ല. അപ്പോൾ പാണ്ഡു പറയുന്ന ന്യായീകരണമുണ്ട്. പണ്ട് എല്ലാ സ്ത്രീകളും സ്വതന്ത്രകളായിരുന്നു, അവർക്കിഷ്ടമുള്ള പുരുഷന്മാരെ വരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അത് പിന്നീട് ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ ഒരു മുനി ഇടപെട്ടിട്ടാണ് അതില്ലാതാക്കിയത്. എങ്ങനെയാണ് ഇടപെടാൻ കാരണം? അയാളുടെ അമ്മയെ അയാളുടെ അച്ഛൻ്റെ മുമ്പിൽ വെച്ചിട്ട് വേറൊരു ബ്രാഹ്മണൻ കൈ പിടിച്ച് വെച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ഇവന് ദേഷ്യം പിടിച്ചു. മോനും അച്ഛൻ പറഞ്ഞു, മോനെ ഒന്നും ചെയ്യാൻ പാടില്ല, സ്ത്രീകൾ അതിന് സ്വതന്ത്രരാണ്, അവൾക്ക് എന്നെ ഇഷ്ടമല്ല, വേറൊരാളുടെ കൂടെ പോകാനാണ് ഇഷ്ടം, അയാളെ പറഞ്ഞു വിടണം, അവളെ പറഞ്ഞു വിടണം. മകനത് സമ്മതിച്ചില്ല. മകനാണ് പിന്നെ സ്ത്രീകൾക്ക് എങ്ങനെ ഒരു ഭർത്താവ് എന്നുള്ള നിബന്ധന വെച്ചത്. അപ്പോൾ പോലും പാണ്ഡു പറയുന്നത്, ഞാൻ അനുവദിച്ചാൽ നിനക്ക് വേറെ പുരുഷന്മാരെ സ്വീകരിക്കാം, അതിന് വിധിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പാണ്ഡുവിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് വേറെ പുരുഷന്മാരെ സ്വീകരിക്കുന്നത്. അപ്പോൾ സാമൂഹ്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഒരു മൊറാലിറ്റിയുടെ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ലോപാമുദ്രയെ കല്യാണം കഴിക്കുന്ന അഗസ്ത്യനാണ്. ഇപ്പോൾ അതിമനോഹരമായിട്ടൊരു പെൺകുട്ടിയാണ്, രാജാവിൻ്റെ മകളാണ്. അഗസ്ത്യൻ ചെന്ന് പറയാണ്, ഈ കുട്ടി എനിക്ക് വേണ്ടി ജനിച്ച പെൺകുട്ടിയാണ്. അഗസ്ത്യൻ മുനിയാണ്, ഇയാൾ പറഞ്ഞാൽ പിന്നെ അല്ലാന്ന് രാജാവിന് പറയാൻ പറ്റുമോ? പാവം പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സമയം മുതൽക്ക് ചീരം അവളുടെ ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് കാഷായ വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് കാട്ടിലേക്ക് പോകുന്നത്. അവൾ അവിടെ മുനിയെ സേവിച്ച് കഴിയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവൾ ഋതുസ്നാനം കഴിഞ്ഞ് കുളിച്ച് വരുന്ന സമയത്ത് ഇയാൾക്ക് സെക്ഷൽ നീഡ് തോന്നുകയാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാം. സാധാരണ ആൾക്ക് എന്താ ചെയ്യുക? കല്യാണം കഴിച്ച ആളല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് വിചാരിക്കും. ലോപാമുദ്ര പറഞ്ഞത് കാര്യമൊക്കെ ശരി, ഞാൻ നിങ്ങളെ ഭാര്യയാണ്, നിങ്ങളെ യാഗത്തിന് വേണ്ട പൂ ഞാൻ എടുത്തു തരുന്നുണ്ട്, യജ്ഞത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെങ്കിൽ എനിക്കൊരു കരാറുണ്ട്. എന്താണ്? എൻ്റെ അച്ഛൻ്റെ കൊട്ടാരത്തിൽ എന്തൊക്കെ സൗകര്യമുണ്ടോ ആ സൗകര്യമൊക്കെ ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിയാലേ എൻ്റെ മേലെ തൊടാൻ പറ്റുള്ളൂ. മുനി കരഞ്ഞു പറഞ്ഞു, ഞാൻ എന്താ ഒരു ദരിദ്രനാണ്, എനിക്ക് യാതൊരു രക്ഷയില്ല, അതൊന്നും പിന്നെ നിങ്ങൾക്ക് രാജാക്കന്മാരുടെ അടുത്ത് പോയിട്ട് യാചിക്കാമല്ലോ. അപ്പോൾ എൻ്റെ പുണ്യം പോയിപ്പോൾ, പുണ്യം വേണോ എണ ചേരണോ എന്ന് നിങ്ങളിപ്പോൾ തീരുമാനിച്ചോളൂ. പുണ്യമാണ് വേണ്ടതെങ്കിൽ പുണ്യം വെച്ചിരുന്നോളൂ, എൻ്റെ അടുത്ത് വരണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. എന്നിട്ട് ഈ മനുഷ്യൻ ഒരുപാട് രാജാക്കന്മാരുടെ അടുത്ത് പോയി ഭിക്ഷ യാചിച്ച് ദാനമായിട്ട് കിട്ടിയ പൈസ കൊണ്ട് ലോപാമുദ്ര പറഞ്ഞ എല്ലാ കണ്ടീഷനും നിർവഹിച്ചതിന് ശേഷമാണ് എണ ചേരാൻ സംഭവിക്കുന്നത്. ഇതൊരു സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ്. ഇങ്ങനെ മഹാഭാരതത്തിൽ വരുന്ന സ്ത്രീകളെ നിങ്ങൾ നോക്കൂ, ശബ്ദമുള്ളവർ, സംസാരിക്കുന്നവർ, ഓരോ ഘട്ടത്തിലും. ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ തന്നെ ഗാന്ധാരി ദുര്യോധനെ കൊന്നുകളയാനും അവൻ ഈ രാജ്യത്തിന് അപകടമാണെന്നും ഗാന്ധാരി എന്ന് പറയുന്നുണ്ട്. അതേപോലെ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞിട്ട് ഈ അർജുനൻ്റെ
ഗാന്ധാരത്തിലേക്ക് ചെല്ലുകയാണ് അർജുനൻ്റെ കുതിര. ഗാന്ധാരത്തിൽ അപ്പോൾ ശകുനിയെ കൊന്നതിൻ്റെ ദേഷ്യം തീർക്കാൻ വേണ്ടി അവിടുത്തെ ശകുനിയുടെ മക്കളൊക്കെ ഒന്ന് യുദ്ധം ചെയ്ത് അർജുനനോട് തോറ്റ് അവിടെയുള്ള സഭ പട മുഴുവൻ നശിക്കുന്നുള്ള ഘട്ടം വന്നപ്പം ആ യുദ്ധത്തിൽ ഇടപെട്ടുകൊണ്ട് സന്ധി സംഭാഷണം നടത്താൻ വരുന്നത് അവിടുത്തെ രാജമാതാവാണ് വരുന്നത്, സ്ത്രീയാണ് വരുന്നത്. അവരാണ് അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ വളരെ കരുത്തുള്ള ശക്തരായിട്ടുള്ള ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളെ നമുക്ക് മഹാഭാരതത്തിൽ കാണാൻ പറ്റും. ആ കഥാപാത്രങ്ങളെ പുതിയ കാലത്തിന് ആവശ്യമുണ്ട്. ആ കഥാപാത്രങ്ങളെ പുതിയ കാലത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിന്, ഇടതുപക്ഷ മനസ്സിന്, ജനാധിപത്യ ബോധത്തിന്, നമ്മുടെ ലിംഗനീതിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ മഹാഭാരതം എന്നുള്ള കൃതി പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ടതല്ല, ആവശ്യമുണ്ട് നമുക്ക്.